സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. ഓ ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി. ഓ പരിശുദ്ധ മറിയമേ, അങ്ങാണ് ആദ്യത്തെ സക്രാരി. പരിശുദ്ധ മറിയമാണെന്ന് സഭാപിതാക്കന്മാരിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, പ്രിയമുള്ള സ്നേഹസഹോദരങ്ങളെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുന്നു. പരിശുദ്ധ അമ്മയുടെ സ്നേഹവഴികൾ അത് സേവനത്തിൻ്റെ, ത്യാഗമനോഭാവത്തിൻ്റെ, സഹനത്തിൻ്റെ ഒക്കെ പാതകളായിരുന്നു. വചനം മാംസമായി ഉദരത്തിൽ ഉരുവായപ്പോൾ ആ നിമിഷം മുതൽ സേവന സന്നദ്ധയായി ത്യാഗത്തിൻ്റെ വഴികളിലൂടെ ഇളയമ്മയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പോകുന്ന പരിശുദ്ധ അമ്മ, അവൾ ചലിക്കുന്ന സക്രാരിയായി നീങ്ങുകയാണ്. അവളുടെ ഉദരത്തിൽ ദിവ്യസ്നേഹകാരുണ്യം ഉരുവെടുത്തിരിക്കുന്നു. സ്നേഹഹൃദയങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മളെ ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് നയിക്കും. ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിയും ചലിക്കുന്ന സക്രാരിയാണ്. സുഗന്ധവാഹിനിയായ അമ്മ. വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നു, പരിശുദ്ധ മറിയത്തിൻ്റെ സൗരഭ്യം എന്നത് അവളുടെ സുഹൃതപുണ്യങ്ങളാണ്. സുഹൃതപുണ്യങ്ങളാൽ നിറഞ്ഞ അമ്മ നമ്മളെയും വിളിക്കുകയാണ്. ആ അമ്മയുടെ വിമലഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. ആ വിമലഹൃദയത്തിൻ്റെ സ്നേഹവാത്സല്യം നുകരാം. നമുക്ക് പാടി പ്രകീർത്തിക്കാം പരിശുദ്ധ മരിയ ഗീതങ്ങൾ.
കരയുമ്പോഴൻ കണ്ണീർ തുടയ്ക്കുന്ന കാരുണ്യ സ്നേഹമാണ് എൻ്റെ അമ്മ എന്നുള്ള വിശേഷണത്താൽ ശാലിനി പാടിയ ഈ ഗാനം ഒരുപാട് അനുഭവമായി. അതിൻ്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പാടിയെന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. ഒരു സംഗീതാത്മകമായ ഒരു വിലയിരുത്തലൊന്നുമല്ല ഞാൻ പറയുക. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണരുന്ന ഭാവത്താൽ ദൈവികമായി പെയ്തുറങ്ങുന്നതായി അത് തിരിച്ചറിഞ്ഞ് അത് പാടുമ്പോൾ അത് അനേക കോടികൾക്ക് അനുഭവമായി മാറുന്നു. ശാലിനി ഇപ്പോൾ അനേക ആൽബങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു, പാടിയിട്ടുണ്ട്. ഈ ആത്മീയ ഗാനങ്ങളൊക്കെ പാടുമ്പോൾ എന്തൊക്കെയാണ് സ്റ്റുഡിയോയിൽ വെച്ച് ഇതൊക്കെ പാടുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അതിനുവേണ്ടി അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പാടിക്കഴിഞ്ഞ് കേൾക്കുമ്പോഴൊക്കെയുള്ള അനുഭവങ്ങളൊന്ന് പറയും? മറ്റ് ഗാനങ്ങളെ അപേക്ഷിക്കുമ്പോൾ ആത്മീയ ഗാനങ്ങൾ പാടിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം, എന്തോ ഒരു വിഷമം ഇറങ്ങി, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തീർന്നതുപോലെയും ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ് മനസ്സിന്. മറ്റ് ഗാനങ്ങൾ കേൾക്കുമ്പോൾ, മെലഡി കേൾക്കുമ്പോൾ ഇല്ല എന്നല്ല, പക്ഷേ ആത്മീയ ഗാനങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും മനസ്സിന് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് പാടിക്കഴിയുമ്പോഴും തോന്നാറുണ്ട്, വരികളിലൂടെ പാടുമ്പോഴും തോന്നാറുണ്ട്. മറ്റ് ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആത്മീയ ഗാനം മനസ്സിന് എന്തോ ഒരു പ്രത്യേക ഒരു കുളിർമ എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയമുള്ളവരെ, നിസ്സാരമെങ്കിലും ഒരു വലിയ കാര്യമാണ് നമ്മൾക്ക് ശ്രവിച്ചത്. മറ്റ് അനേക ഗാനങ്ങളുണ്ടെങ്കിലും ആത്മീയ ഗാനം പാടുമ്പോൾ ഹൃദയത്തിൽ ഒരു വലിയ ശാന്തി അനുഭവിക്കുന്ന അവസ്ഥ. തീർച്ചയായും ദൈവീകമായുള്ള പരിശുദ്ധാത്മ നിറവോടുകൂടിയുള്ള ഒരു സന്നിവേശം, പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം, അത് ഹൃദയത്തിൽ നിന്നും ഗാനധാരയായി ഒഴുകുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾ, അത് ആസ്വദിക്കുന്ന വ്യക്തികളിലെല്ലാം ഈ ശാന്തി നിറയുന്നു. ദിവ്യ ഔഷധം പോലെ ദൈവം തന്ന മഹാദാനമായി സംഗീതാത്മകത. അത് മാത്രമല്ല, സർവ്വ കഴിവുകളും ദൈവം നമുക്കായി നൽകുമ്പോൾ നമുക്ക് തിരിച്ചറിയാം, എൻ്റെ സർവ്വ കഴിവ് ഉപയോഗിച്ച് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ചെറുതും വലുതുമായ ഒരുപാട് കഴിവുകൾ നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും ഓരോ വ്യക്തിയെക്കുറിച്ചും നല്ല ദൈവത്തിന് പ്രത്യേകമായ പദ്ധതിയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ജീവിതം സമർപ്പിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് മുന്നേറുവാൻ പരിശ്രമിക്കാം. അമ്മയോട് ചേർന്ന് മുന്നേറാം. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
വചനം മാംസമായി നിന്നിൽ വാഴും ദൂതൻ വന്നരുളി. നിൻഹിതം പോൽ ഭവിച്ചിടേണം എന്നു നീ മൊഴിഞ്ഞു. കർത്താവിൻ ദാസിയാം നീ ദൈവമാതാവായി. രക്ഷകന്റെ വീഥിയിൽ നീ കൂടി യാത്രയായി. ഗൊൽഗോഥായിൽ ക്രൂശിൻ കീഴിൽ ശോകമൂകയായി. സഹനസാക്ഷിയായി ഞങ്ങളിൽ നീ മാതൃകയേകി. സ്വർഗ്ഗത്തിൻ പാതയിൽ നീ വഴികാട്ടിയായി. യേശുവിൻ അമ്മയാം നീ ലോകമാതാവായി. കന്യാമറിയേ തുണയേകാൻ തണലായി വരൂ. ഇന്നും എന്നും ഈ ഉലകിൽ അഭയം തരൂ. തനയരാം ഞങ്ങൾ അലയുന്നു, കരുണ തേടി കേഴുന്നു. ആശയോടെ തേടുന്നു, ആശ്വാസം നൽകു നീ. ആശയോടെ തേടുന്നു, ആശ്വാസം നൽകു നീ. ആശയോടെ തേടുന്നു, ആശ്വാസം നൽകു നീ. വചനം മാംസമായി മണ്ണിൽ അവതരിക്കുമ്പോൾ അവിടെ ദൂതന്റെ വാക്കുകൾക്ക് ഫിയാത്ത് പറയുന്ന പരിശുദ്ധ മറിയം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതം സമർപ്പിച്ചു അമ്മ. ദൈവഹിതത്തോട് ഒട്ടിച്ചേർന്ന് നിന്നു പരിശുദ്ധ മറിയം. ജീവിതത്തിൽ ആരൊക്കെ ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ തിരിച്ചറിഞ്ഞ് അനുസരിച്ച് വിധേയത്വത്തോടെ ദൈവഹിതത്തോട് സഹകരിക്കുന്നു, അവരുടെ എല്ലാം ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധാത്മ നടത്തിപ്പ് നമ്മൾ കാണുന്നു. അതിന് ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ കന്യാമറിയം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, അവിടുത്തെ തിരുഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ഉത്തരമരുളിയപ്പോൾ ആ കന്യകയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉജ്ജ്വലനം വചനം മാംസമായി അവതരിക്കുന്നു. കർത്താവേ, അങ്ങ് ദൈവമായിരുന്ന അങ്ങ് മനുഷ്യനായി ദാസന്റെ രൂപം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ മഹോന്നത സൃഷ്ടിയായ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവാകാൻ അങ്ങ് മനസ്സായി. കർത്താവേ, ഏറ്റവും എളിമയുടെ പാഠങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നു. പരിശുദ്ധ മറിയമേ, എളിമയുടെ ആഴങ്ങൾ കണ്ടറിഞ്ഞ അമ്മ ഏറ്റവും വിനീതമയായി, ഏറ്റവും വിനീത മനസ്സോടെ, വിനീത ഭാവത്തോടെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എളിമയുടെ ആഴങ്ങളിലേക്ക് തന്നെ ചെറുതാക്കിയപ്പോൾ അമ്മയെ സ്വർഗത്തോളം ഉയർത്തി ത്രിലോകരാജ്ഞിയായി മുടിതിരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് അമ്മ ഉയർത്തപ്പെട്ടു. അമ്മേ, ഏറ്റവും ചെറിയവരായി വലിയവരാകുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മയുടെ എളിമ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറവായി മാറട്ടെ. ഈശോയുടെ ഹൃദയശാന്തതയും എളിമയും അമ്മയുടെ വിനീത മനോഭാവവും ഒക്കെ ഞങ്ങൾക്കും ദാനമായി, ഫലമായി, ദിവ്യസ്നേഹവരങ്ങളായി നൽകുവാൻ പരിശുദ്ധാത്മാവോട് അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മയെ സ്നേഹിച്ച് അമ്മയാൽ നയിക്കപ്പെടുന്ന ഒരു ദിവ്യാനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ആമേൻ.